അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമമായ നാമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൽ അർ-റാസിഖ് വർ-റസാഖ് എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റിസ്ഖ് നൽകുന്നവൻ. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കതിൽ വിശാലത നൽകും. ചില ആളുകൾക്കതിൽ ആവശ്യത്തിന് മാത്രം നൽകും, കുടിസതയുണ്ടാകും. എന്നാൽ വിശ്വാസികളായ ആളുകൾ അവർക്ക് കിട്ടുന്ന റിസ്ഖിൽ ബറക്കത്തുണ്ടാകുവാനും അതിൽ സംതൃപ്തി ഉണ്ടാകുവാനും വിശാലതയുണ്ടാകുവാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? എന്തായിരുന്നു? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ, ഉപജീവനത്തിൽ അല്ലെങ്കിൽ റിസ്ഖിൽ വിശാലത നൽകും, അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ വിഷയത്തിൽ പഠിപ്പിച്ച ഒട്ടനേകം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ചിലത് എടുത്തു കൊടുത്താണ് നമ്മുടെ നോട്ടിൽ. രണ്ടാമത്തെ വിഷയം, തഖ്വയുള്ള ജീവിതം, ജീവിതത്തിന് സംതൃപ്തി നൽകുന്ന, ഭൗതികമായ ജീവിതത്തിനും സമാധാനവും ഐശ്വര്യവും നൽകുന്ന കാര്യം. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖ് അതിൻ്റെ 2-3 ആയത്തുകളിൽ പറയുന്നത് കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. വലിയ ആശ്വാസം ഈമാനുള്ള ആളുകൾക്ക് കിട്ടുന്ന ഖുർആനിലെ വചനാണിത്. യാതൊരു സംശയത്തിനും ഒരു വകുപ്പില്ലാതെ അള്ളാഹു പറയാണ്, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ, അവന് ഒരു എൻഡുള്ളിടത്ത്, ഒരു കുടുങ്ങി നിൽക്കുന്നിടത്ത് ഒരു എക്സിറ്റ് അള്ളാഹു നൽകും. ഖുർആനിലെ ആയത്താണ്, ഒരു സംശയം വേണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു തുറവില്ല എന്ന് വിചാരിക്കുന്നിടത്ത് എന്ത് കിട്ടും? ഒരു മഖ്റജ് ഉണ്ടാകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിൽ അവൻ്റെ റിസ്ഖ് അള്ളാഹു നൽകും.
അവനത് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല, ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ രൂപത്തിൽ അവൻ്റെ റിസ്ക് ലഭിക്കും. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നത് അവന് അള്ളാഹു മതിയായവനാണ്. റബ്ബിലാണ് ഞാൻ ബരമേൽപ്പിക്കുന്നത് ഈ വിഷയം എന്നൊരാൾ സത്യസന്ധമായി ഇഖ്ലാസോടുകൂടി മനസ്സിൽ ഉറപ്പിക്കുന്നുവെങ്കിൽ, ആ നിലപാടെടുക്കുന്നുവെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹു മതിയായവനാണ്. നമ്മുടെ വിഷയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് റിസ്ഖിൽ എന്തുണ്ടാകും? അവരറിയാത്ത രൂപത്തിൽ അള്ളാഹു അവരുടെ റിസ്ഖ് നൽകും. മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തു ആലു ഇംറാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ 37-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഇങ്ങനെ പറയാണ് അവിടെ. 37-ാമത്തെ വചനം, ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅംബതഹാ നബാതൻ ഹസനൻ വകഫലഹാ സക്കരിയ. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു നന്നായി സ്വീകരിച്ചു. തഫ്സീറിലുള്ളത് അവരുടെ പ്രാർത്ഥന അള്ളാഹു അങ്ങ് സ്വീകരിച്ചു. വഅംബതഹാ നബാതൻ ഹസന, ഏറ്റവും നല്ല രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. എൻ്റെ തഫ്സീറിലുള്ള എന്താ അറിയോ? അവർക്ക് ഈമാൻ നൽകി, അറിവ് നൽകി. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരാളെ നന്നായി വളർത്തുകയാണെങ്കിൽ 2 കാര്യം കൊടുക്കും. ഒന്നെന്താ? ഈമാനും ഇൽമും. അത് രണ്ടും നൽകിയിട്ട് അവരെങ്ങനെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നു. വകഫലഹാ സക്കരിയ, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയെ അവരുടെ സംരക്ഷണം അള്ളാഹു ഏൽപ്പിക്കുകയും ചെയ്തു. അന്ന് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനും പണ്ഡിതനൊക്കെ ആയിരുന്ന മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ബന്ധുവായിരുന്ന സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അവരുടെ സംരക്ഷണവും അള്ളാഹു നൽകി. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്, അങ്ങനെ അവർക്ക് അള്ളാഹു താമസിക്കാനുള്ള ഇടമായി പള്ളിയിലെ ആരാധനാലയത്തിലെ മിഹ്റാബാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത്. എന്നിട്ട് അവിടേക്ക് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്ന സമയമെല്ലാം വജദ ഇൻദഹാ റിസ്ഖ, ആ സമയത്തൊക്കെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് കാണുമായിരുന്നു? അവരുടെ അടുത്ത് ഭക്ഷണം കാണും. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിൽ ചെല്ലുമ്പോൾ തഫ്സീറുള്ളത് ആ നാട്ടിൽ അന്ന് കാണാത്ത രൂപത്തിലുള്ള ഭക്ഷണം, ഫലവർഗ്ഗങ്ങളൊക്കെ ആരുടെ അടുത്തുണ്ടാവും? മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിലുണ്ടാകും. ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ, ഇത് കാണുമ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എവിടുന്നാ ഇത് കിട്ടിയത്? ഭക്ഷണം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചാ വരുന്നത്. അപ്പം ഇത് കാണുമ്പോൾ ചോദിക്കുക, ഇത് എവിടുന്നാ കിട്ടിയത്? അവരുടെ മറുപടി എന്തായിരുന്നു? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, എവിടുന്നാ? ഇത് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് എന്നാണ്. ഇത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അവർക്ക് അള്ളാഹു നൽകിയ ഒരു കറാമത്തായിരുന്നു. എന്നിട്ട് തുറന്നു പറയുന്നു, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്ക് നോക്കാതെ റിസ്ഖ് നൽകും. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തഖ്വയും അള്ളാഹുമായിട്ടുള്ള അടുപ്പവും ഇതൊക്കെ കാരണം കുറേ അധികം കാര്യങ്ങൾ കറാമത്തായി നൽകുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു വിഷയം എന്തായിരുന്നു? റിസ്ഖ് നൽകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറാമത്തൊന്നും അല്ലെങ്കിൽ പോലും തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആളുകൾക്ക് അവരെ അള്ളാഹു ഒരു എൻ്റെ വരെയുള്ള എന്താക്കുക, പരീക്ഷിക്കുക, പ്രയാസപ്പെടുത്തതുപോലെ അവിടെ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ റിസ്ഖിൽ ഭൗതികമായ ജീവിതത്തിലെ വിശാലതക്കും അനിവാര്യമായ ഒരു കാര്യമാണ് എന്ത്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. ഇനി 3-ാമത്തെ കാര്യം തവക്കുലാണ്. എന്താ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിനെ ബരമേൽപ്പിക്കുക. ഇതൊരു വിശ്വാസിയുടെ തൗഹീദിൻ്റെ അടിത്തറയാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല, അല്ലെങ്കിൽ ശിർക്ക് വരുന്ന മാല മൗലിദുകൾ ചെല്ലാറില്ല, ഖബറിൻ്റെ അടുത്ത് പോയി അതുപോലുള്ള കാര്യം ചെയ്യാറില്ല, നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും തൗഹീദ് കൊണ്ടുണ്ടാവേണ്ട ഉറച്ച നിലപാടുകളുണ്ട്, തൗഹീദ് കൊണ്ടുണ്ടാവേണ്ട ആത്മവിശ്വാസമുണ്ട്, തൗഹീദ് കൊണ്ടുണ്ടാവേണ്ട ധൈര്യമുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾക്ക് എന്തില്ല? തൗഹീദ് മനസ്സിലായിട്ടില്ല. അതിലൊന്നാണ് തവക്കുൽ. എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴേക്ക് അസ്വസ്ഥനാകുന്ന മനുഷ്യൻ, അല്ലേ? ജീവിതത്തിലെ പ്രയാസങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. സാധാരണഗതിയിൽ എന്താ വേണ്ടത്? പറയാൻ പറഞ്ഞ എന്താ?
എന്താ പറയാൻ പറഞ്ഞത്? നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തുകൾ നിങ്ങൾ പറയണമെന്നാണ്. അത് രണ്ട് രൂപത്തിൽ പറയും. ഒന്ന് ആൾക്കാരുടെ ഇടയിൽ കാണിക്കാൻ വേണ്ടി പറയും, അത് പാടില്ലാത്തതാണ്. എനിക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. എന്നാൽ ചില ആളുകൾക്ക് പരാതികൾ മാത്രം ഉണ്ടാവുക. ആരൊക്കെ ഉണ്ടല്ലോ എന്തുണ്ടാവുക? അവരുടെ പരാതികൾ അല്ലേ? യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കിതാ നിശ്ചയിച്ചിട്ടുള്ളത്, അവനിൽ ഞാൻ എൻ്റെ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് എവിടുന്നെങ്കിലും കിട്ടും. അതൊരു ഉറച്ച വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നുള്ളൊരു ഹദീസിൽ കാണാം, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി അക്ക തവക്കുലുഹി. നിങ്ങളിൽ ഒരാൾ, നിങ്ങൾ ആരാവട്ടെ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ, തവക്കുലുള്ള ആളാണെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് ഇതെന്തായിരുന്നാലും റബ്ബ് എന്താണോ തീരുമാനിച്ചത് അതേ നടക്കൂ എന്ന് ഉറച്ച വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ, ലറുസിഖ്തും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം കിട്ടുന്നത് പോലെ നിങ്ങൾ അവൻ ഭക്ഷിപ്പിക്കും. എങ്ങനെയാണത്? തഉദു ഹിമാസം വതറൂഹു ബിത്വാന. പക്ഷികളുടെ പ്രത്യേകത എന്താ? രാവിലെ അവർ വിശക്കുന്നവരായി വയറൊട്ടിയവരായി പുറത്തിറങ്ങും. എന്നാൽ അത് തിരിച്ചു പോകുന്നത് എങ്ങനെ? അതിനുള്ള ഭക്ഷണം എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാവും, അത് കഴിച്ചിട്ട് വയറ് നിറഞ്ഞവരായി തിരിച്ചു പോകുന്നു. വേറെ ഹദീസിലുള്ളത്, പക്ഷിയുടെ ഹൃദയമുള്ളവർ സ്വർഗത്തിലാണ്. എന്നിട്ട് പറയുന്നത് എന്താരോ, പക്ഷിയുടെ പ്രത്യേകത ഉറപ്പായിട്ട് അറിയുന്നതാണ്. അത് ഉറച്ച വിശ്വാസമുണ്ട്. രാവിലെ പുറത്തിറങ്ങുമ്പോൾ അതിങ്ങനെ തോന്നും, എവിടെയോ ഉണ്ട്, അന്വേഷിച്ചു കൊണ്ടേയിരിക്കാൻ. എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്താ? അന്വേഷിക്കുക, ജോലി ചെയ്യുക, പണിയെടുക്കുക എന്നുള്ളത് എന്താണ്? നമ്മളിങ്ങനെ ആലോചിക്കുക, എന്താ ഇപ്പം ചെയ്യുക അല്ലേ? കുറേ ആൾക്കാർ എങ്ങനെയാണ്, എന്താ ചെയ്യാന്ന് ആലോചിക്കലാണ് ജീവിതത്തിൻ്റെ നല്ലൊരു സമയം. പ്ലാൻ ഇങ്ങനെ ഉണ്ടാക്കല, ഇനി അത് ചെയ്യുക ഇത് ചെയ്യുക, എന്നിട്ട് അങ്ങനെ കടന്നുറങ്ങും. കുറേ മൊബൈലിൽ ആരൊക്കെയോ ചെയ്തതുണ്ടാവും, അത് ഭയങ്കര ഉഷാറാ. നേരം വെളുത്ത് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കിയിട്ട് എന്താണ്? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എങ്കിൽ അത് കിട്ടും എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവുക. റബ്ബ് അതെനിക്ക് നൽകാനുള്ളതാണെങ്കിൽ നൽകും. അതാണ് തവക്കുൽ അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ഈ സമയത്ത് എനിക്ക് കിട്ടാൻ ഏകിയിട്ടില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ കാര്യം തവക്കുലാണ്. നാലാമത്തെ കാര്യം ഇബാദത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇബാദത്ത് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് പരലോകത്ത് പ്രതിഫലം ലഭിക്കാനാണ് എന്ത്? ഇബാദത്ത്. എന്നാൽ ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ എന്തു കിട്ടും? നമ്മുടെ റിസ്ഖിൽ വിശാലത ഉണ്ടാകും, ബറക്കത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിൽ കാണാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅബ്ദൂൻ വമാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുതഇമൂൻ. എന്താ ഖുർആനോട് പറയുന്നത്? വമാ ഖലഖതു. ഈ ആയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. വമാ ഖലഖതു എന്താ പറയുന്നത്? നാം സൃഷ്ടിച്ചിട്ടേ ഇല്ല. ഞാൻ സൃഷ്ടിച്ചതാണ് നല്ല പറയുന്നത്. പിന്നെന്താ? നാം സൃഷ്ടിച്ചിട്ടേ ഇല്ല. ആരെ? അൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടേ ഇല്ല. എന്തിനല്ലാതെ? ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്തു ചെയ്യാൻ വേണ്ടിയല്ലാതെ. അല്ലെ? ഒരു ഇസ്തിസ്ന വെച്ചിട്ട് പറയാം, ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് അന്വേഷിച്ചില്ല. ഇലാഹ, ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാ, അല്ല ഒഴികെ. കൃത്യല്ല, ഇല്ല. അതേപോലെ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടേ ഇല്ല. എന്തിനല്ലാതെ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനല്ലാതെ. നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അവനെ ഇബാദത്തു ചെയ്യലാണ്. അതുകൊണ്ട് ഇബാദത്തു ചെയ്യാനാണ് ആരോഗ്യം ഉണ്ടാവണം. അതിനെന്ത് വേണം? ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണേ ജോലി ചെയ്യണം. അതൊക്കെ രണ്ടാമതാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അതുകൊണ്ട് ഇബാദത്ത് നഷ്ടപ്പെടുത്തി ദുനിയാവിൻ്റെ ഒരു കാര്യം എന്താൻ പാടില്ല, അതിൽ നമ്മൾ മുഴുകാൻ പാടില്ല. അതിലൊരു ബർക്കത്തുണ്ടാവില്ല. ക്ലിയർ അല്ലേ? ഖുർആൻ കറക്റ്റ് പറയും. നിങ്ങൾ നോക്ക്, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്നല്ല, അതിനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല. വേറൊന്നും നമ്മളെ പരിഗണനീയമല്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. എന്നിട്ട് മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുതഇമൂൻ, നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരു റിസ്ഖും നാം ആവശ്യപ്പെടുന്നില്ല, അള്ളാഹു ആവശ്യപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് നാമാണ്, അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്. ഈ ആരാധനയും ഈ കാര്യം ഇവിടെ ചേർത്ത് പറഞ്ഞതിൽ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് ഞാനാണ്, നിങ്ങളെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചത്
ഈ ബോധം ഒരാൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന ബോധത്തോട് ജീവിക്കുന്നവനെ ഭക്ഷണം നൽകുക, അവൻ്റെ റിസ്ക് നൽകുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള ദൗത്യമാണ്. അല്ലാഹു അക്ബർ. പിന്നെ എന്തിനാ സുഹൃത്തുക്കളെ, ഇബാദത്ത് ചെയ്യുന്നൊരു മനുഷ്യൻ അവൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിൽ എന്താക്കണ്ട, ഒരു ടെൻഷൻ ആവശ്യമില്ല, അത് അള്ളാഹ് ഏറ്റതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 132 കാണാം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ വഅ്മുർ അഹ്ലക്, നീ നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം. എന്തുകൊണ്ട് കൽപ്പിക്കേണ്ടത്? ബിസ്വലാത്ത്, നമസ്കാരം കൊണ്ട്. ഇബാദത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ശ്രേഷ്ഠതയുള്ളതുമായ ഇബാദത്ത് ഏതാ? നമസ്കാരമാണ്. നീ നമസ്കാരം കൊണ്ട് നിന്റെ കുടുംബത്തെ കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, ആ കാര്യത്തിൽ നിനക്കൊരു വിട്ടുവീഴ്ചയും പാടില്ല. നന്നായി ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെയുള്ള പ്രവാസികളായ ആളുകളൊക്കെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ് ഒന്നാമതും അവസാനമായും ചോദിക്കേണ്ട കാര്യം. നിസ്കാരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളോടാണെങ്കിലും ഭാര്യമാരോടാണെങ്കിലും ഒക്കെ ആ കാര്യത്തിൽ നീ ക്ഷമ അവലംബിക്കണം. അതുകൊണ്ടുണ്ടാവുന്ന എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. മനസ്സിലാവുണ്ടോ? അതാണ് വസ്തബിർ അലൈഹ. അതിലൊരു വിട്ടുവീഴ്ച വേണ്ട. കുടുംബത്തെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച നിനക്കുണ്ടാവാൻ പാടില്ല. എന്നിട്ടോ ലാ നസ്അലുക റിസ്ഖൻ, ഞാൻ റിസ്ക് നിന്നോട് ചോദിക്കുന്നില്ല, നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളോട് ചോദിക്കുന്നില്ലെന്ന് മാത്രമല്ല, നഹ്നു നർസുഖുക, നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ. വൽ ആഖിബത്തു ലിത്തഖ്വാ, സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് ഏറ്റവും നല്ല പര്യവസാനം. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല തഫ്സീറിലൊക്കെ കാണാം. ഇബ്നു കസീർ റഹ്മഹുല്ലയുടെ തഫ്സീറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി ഇദാ അഖംത സ്വലാത്ത, നീ ഈ വാക്കുകൾ നമ്മൾ കാണാതെ പഠിക്കണം കേട്ടോ. ഇദാ അഖംത സ്വലാത്ത, നീ നമസ്കാരം നിലനിർത്തുന്നവനാണെങ്കിൽ, അത് ഇഖാമത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ആ രൂപത്തിൽ ചെയ്യുന്നവനാണെങ്കിൽ, അതാക റിസ്ഖു, നിന്റെ റിസ്ക് നൽകും, മിൻ ഹൈസു ലാ തഹ്തസിബ്, എന്താ, നീ വിചാരിക്കാത്ത രൂപത്തിൽ നിനക്കുള്ള ഭക്ഷണം, പാർപ്പിടം, ഭൗതികമായ ആവശ്യങ്ങൾ നാം നൽകും. ആരാ പറയണത്? അള്ളാഹു. എന്താ ചെയ്താൽ മതി? നമസ്കാരത്തിൻ്റെ കാര്യം നീ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ടോ കമാ ഖാല തആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ആയത്ത് കൊടുക്കുകയാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി. പറഞ്ഞാൽ നമസ്കാരത്തിന് അത്രയും പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ, നമസ്കാരം ഒഴിവാക്കിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിസ്കാരം കിട്ടൂല, എൻ്റെ ജോലി എങ്ങനെയാണ്? ഉറക്കം ഇതൊക്കെ കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ നിസ്കരിക്കുക. എന്തിനാ ചെയ്യും? ജോലി ചെയ്യുന്നത് എന്തിനാ? അവൻ്റെ റിസ്ക്, അവൻ്റെ ആവശ്യത്തിനാണ്. എന്നാൽ അവൻ്റെ നമസ്കാരം പോവുകയാണ്. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. നമ്മുടെ നോട്ടിൽ വന്നില്ല എന്ന് തോന്നുന്നു. ഇന്നല്ലാഹ തആല യഖൂലു യാ ഇബ്ന ആദം, അള്ളാഹു പറയൻ, ഹദീസുൽ ഖുദ്സി എന്നാണ് അങ്ങനത്തെ ഹദീസുകൾക്ക് പറയുക. എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കുകൾ ഖുർആനെ പോലെ വാക്കുകളടക്കം പറയുന്ന അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകൾ. യാ ഇബ്ന ആദം, ആദമിൻ്റെ പുത്ര, മനുഷ്യ, തഫ്റ ഇബാദത്തി, നീ ഇബാദത്തിൻ്റെ വിഷയത്തിൽ വ്യാപൃതനാവണം. അത് നിന്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. എങ്കിൽ അംലഉ സദറക ഐനൻ, നിന്റെ ഹൃദയത്തിന് നാം ഐശ്വര്യം നൽകും. വഅസുദ്ദ ഫഖറക, ഫഖർ നാം നീക്കും. വഇല്ലൻ തഫ്അൽ മലഅത് യദൈക ശുഗ്ലൻ വലം അസുദ്ദ ഫഖറക. ഇനി അങ്ങനെയല്ല, നിസ്കാരം ശ്രദ്ധിക്കുന്നില്ല, ഇബാദത്ത് ശ്രദ്ധിക്കുന്നില്ല, ഫുൾ ടൈം ജോലി, അവൻ്റെ തിരക്കാൻ, എങ്കിലോ അല്ലാഹ് പറയൻ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയൻ, ഞാൻ നിന്റെ കയ്യിനെ ശുഗ്ൽ കൊണ്ട് നിറക്കും. നിനക്ക് പണി എടുത്താലും നീ തീരൂല, രക്ഷപ്പെടൂല. നിന്റെ ഫഖർ ഒരിക്കലും നീങ്ങാനും പോകുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താണ്? ഇബാദത്തുകൾ വിസ്മരിച്ചുകൊണ്ട് ദുനിയാവിൻ്റെ പുറകെ പോയാൽ പിന്നെ തീരൂല. പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ ഒരു മിനിറ്റ് പോലും അയാൾക്ക് എന്തുണ്ടാവില്ല? സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. അയാൾ ഓടിക്കൊണ്ടേയിരിക്കും, അല്ലേ? അങ്ങനെ അങ്ങ് തീരും. ഇനിയോ
മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു നിന്ന് ഒരു ഹദീസ് കാണാം. അതാണ് നമ്മുടെ നോട്ടിലുണ്ടത്. എന്താണ് ഇവിടെ പറയുന്നത്? യഖൂലു റബ്ബുക്കും തബാറക വ തആല ഇബ്നു ആദം തഫറഅ ലി ഇബാദത്തി. ഈ നേരത്തെ പറഞ്ഞ അതേ ആശയമുള്ള ഒരു ഹദീസാണ്. വേറെ റിപ്പോർട്ട് വന്നു എന്ന് മാത്രം. ഇനി മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണത്തോട് ഇങ്ങനെ അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ചു നൽകുന്ന ഉപദേശമുണ്ട്. അതിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ളൊരു വസിയത്ത്. ഹദീസുകളിൽ ഒരുപാട് ഗുണപാഠങ്ങളുള്ള നൂഹ് നബിയുടെ മരണസമയത്തുള്ള ഉപദേശങ്ങൾ കാണാൻ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം. വി തൗഫീഖ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ قال رسول الله صلى الله عليه وسلم إن النبي الله نوحا لما حضرته الوفاة قال لابنه. മരിക്കാൻ സമയത്ത് മകനോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം, ഇന്നി ഖാസു അലൈക്കൽ വസിയ്യ, മോനെ നിനക്ക് നാം ചില വസിയത്തുകൾ നൽകുകയാണ്. ആമുറുക ബി ഇസ്നതൈൻ, ഒരു പ്രവാചകൻ മകന് കൊടുക്കുന്ന വസിയത്താണ്. നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അല്ലേ? നിനക്ക് 2 കാര്യങ്ങൾ നിന്നോട് ഞാൻ കൽപ്പിക്കുകയാണ്. വ അൻഹാക അൻ ഇസ്നതൈൻ, 2 കാര്യങ്ങൾ നിനക്ക് ഞാൻ വിരോധിക്കുകയാണ്. ജീവിതത്തിൽ എപ്പോഴും ഇത് നീ ശ്രദ്ധിക്കണം. 2 ഒഴിവാക്കണം, 2 സ്വീകരിക്കണം. ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്നാമത്തെ കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അല്ലാഹു അല്ലാതെ ഹഖായ നിലക്ക് ഇബാദത്തിനൊരാളും അർഹനല്ല എന്ന കാര്യം. ഫഇന്ന السماوات السبع والأرضين السبع ലൗ വുളിഅത് ഫീ കിഫാ, മഹാനായ പ്രവാചകൻ പറഞ്ഞു കൊടുക്കണം, മോനെ ആകാശഭൂമികൾ മുഴുവൻ തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് തുലാസിന്റെ മറുതട്ടിലും വെക്കുന്നു. വവുളിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫാ റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് വെറൊരു വർത്തനല്ല. ആകാശഭൂമികൾ മുഴുവൻ തുലാസിന്റെ ഒരു തട്ടിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുതട്ടിലും. ഏതാ കനം തൂങ്ങാന്ന് പറഞ്ഞേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ആവേശം തോന്നുന്നെങ്കിൽ, രോമാഞ്ചം ഉണ്ടാകുന്നെങ്കിൽ, ഈമാനിന് വർധനവുണ്ടാകുന്നെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലായവർക്കുണ്ടാവും, സ്വാഭാവികമാണ്. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയാൻ, വലൗ അന്ന السماوات السبع والأرضين السبع كن حلقة مبهمة قسمتهن لا إله إلا الله. ആകാശവും ഭൂമിയും ഗോളാകൃതിയിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ മുകളിൽ വെച്ചാൽ അതെന്താകും? അതങ്ങ് പിളർന്നു പോകും. അത്രയും ശക്തിയുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്. ഖസംതുഹുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് 2നെയും പിളർക്കാൻ മാത്രം ശക്തിയുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വസുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന കാര്യം ഫഇന്നഹാ സ്വലാത്തു കുല്ലി ഷൈഇൻ, ഈ ഭൂമിയിൽ ആകാശത്തിന് താഴെ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അവ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവൻ, കുറച്ച് മനുഷ്യന്മാരും ജിന്നുകൾ ഒഴിവുണ്ട്, ബാക്കി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണെന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഒരു ദിവസം 1 പ്രാവശ്യമെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പറയേണ്ട കാര്യമാണിത്. കാരണം പ്രഭാതമാകുമ്പോൾ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന് വാഴ്ത്തുന്നുണ്ട്, അവന് ഹംദ് പറയുന്നുണ്ട്. നമ്മൾ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ നിസ്കാരം കഴിഞ്ഞത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ പറയുന്നുണ്ടാവും. മനസ്സു തട്ടി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ധിക്കാരികളാണ്, നന്ദികേട് കാണിക്കുന്നവരാണ്. എന്നിട്ട് ഖുർആൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കാൻ, വബിഹാ യർസുഖുൽ ഖൽഖു, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സൃഷ്ടികൾക്ക് അല്ലാഹു റിസ്ക് നൽകുന്നത്. നമ്മുടെ വിഷയതാണ്. അല്ലാഹു ഭൂമിയിലുള്ള സൃഷ്ടികൾക്ക് റിസ്ക് നൽകാൻ കാരണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് ഈ സൃഷ്ടികൾ മുഴുവൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താ മനസ്സിലാവുക? നമ്മുടെ ജീവിതത്തിൽ റിസ്ക്കിനുള്ള വർധനവുള്ളൊരു ഉപാധിയാണ്, അള്ളാഹ് വെച്ചൊരു സബബാണ്. എന്ത്? ആത്മീയമായ സബബാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ. വഅൻഹാക അനിശ്ശിർകി വൽ കിബർ, നീ 2 ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ലേ? 2 നീ ജീവിതത്തിൽ പകർത്തണം. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് അള്ളാഹുവിന് തസ്ബീഹും ഹംദും അർപ്പിക്കലാണ്. 2 കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പാടില്ല. ഒന്ന് ഷിർക്ക്, ഏതാ ഷിർക്ക്. 2 കിബർ,
അഹങ്കാരം. കാരണം എന്താ? ഷിർക്ക് വന്ന അയാൾ എന്തായിരുന്നാലും നരകത്തിൽ, കിബർ വന്നാലും അവൻ അവസാനം കുഫറിലോ ഷിർക്കിലോ എത്തിപ്പെടും. അഹങ്കാരമാണ് പിശാചിനെന്താക്കിയത്? നശിപ്പിച്ചത്. അഹങ്കാരമാണ് സത്യം ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അതുകൊണ്ട് നീ അത് ഒഴിവാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം കുടുംബ ബന്ധം ചേർക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ കുറേ ഹദീസുകൾ കാണാം. ഒന്ന് മാത്രം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആരാണോ റിസ്ഖിൽ വിശാലതയുണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നത്, ഒരാളും ഇഷ്ടപ്പെടാതിരിക്കൂല അല്ലേ? ജീവിതത്തിൽ റിസ്ഖിൽ വിശാലതയുണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നത് ആരാണോ, വയുൻസഅ ലഹു ഫീ അസരിഹി, അവൻ്റെ ജീവിതത്തിൽ ആയുസ്സിൽ വർധനവുണ്ടാവാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് ആരാണോ, ഫൽ യസുൽ റഹ്മഹു, അവൻ എന്ത് ചെയ്യട്ടെ? അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്കൊക്കെ ബന്ധം വിച്ഛേദിച്ച മനുഷ്യരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഞാനുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നാണ്. കുടുംബ ബന്ധം വിച്ഛേദിച്ചാൽ അത് ഞാനുമായി അള്ളാഹുമായി ബന്ധം വിച്ഛേദിക്കുന്നത് തുല്യാണ്. അതുകൊണ്ട് ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈഗോ, ക്ലാഷ്, കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെയൊന്നും വേണ്ട. അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയ, വിച്ഛേദിക്കപ്പെട്ടു പോയ ബന്ധങ്ങളുണ്ടോ എന്ന് ആലോചിക്കേണ്ടവരാണ് നമ്മൾ. നടന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ ചേർക്കലല്ല, മുറിഞ്ഞു പോയ ബന്ധം ചേർക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആറാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും റിസ്ഖിൽ ബർക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. മൻ അഹബ്ബ അൻ യുമദ്ദ ലഹു ഫി ഉംരിഹി, ആരാണോ ഉംറിൽ അവരുടെ ആയുസ്സിൽ വർധനവുണ്ടാകാൻ ആഗ്രഹിക്കുന്നത്, വഅൻ യുസാദ ലഹു ഫി റിസ്ഖിഹി, റിസ്ഖിൽ വർധനവുണ്ടാകാൻ ആഗ്രഹിക്കുന്നത്, ഫൽയബറ വാലിദൈഹി, അവനവൻ്റെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യട്ടെ? നന്മ ചെയ്യട്ടെ. വൽയസുൽ റഹ്മഹു, കുടുംബബന്ധം ചേർക്കുകയും ചെയ്യട്ടെ. അല്ലേ? നമ്മളെ മക്കളെ കാര്യം ശ്രദ്ധിക്കും, ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കും, ഒക്കെ ചെയ്യും. ഉമ്മാക്ക് ഒരു 1000 റുപ്യ കൊടുക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഉപ്പാക്ക് എന്തെങ്കിലും കൊടുക്കും, ബാക്കിയൊന്നും. അതല്ല പുണ്യം ചെയ്യുക, നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൈസ കൊടുക്കൽ മാത്രമാവില്ല. അവർ കൊടുക്കേണ്ട പരിഗണന ഉണ്ടാവും, ശ്രദ്ധ ഉണ്ടാവും, നിരന്തരമായ സംസാര ആവശ്യം ഉണ്ടാവും, വിളി ആവശ്യം ഉണ്ടാവും. ഇതൊന്നും ചെയ്യൂല. എന്നിട്ട് ഇങ്ങനെ നമ്മളെ കഷ്ടപ്പാടുകൾ പടച്ചവനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഏഴാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കലാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സബഇൽ 39-ാമത്തെ വചനത്തിൽ കാണാം, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ, നബിയെ പറഞ്ഞു കൊടുക്കുക, എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരുടെ റിസ്ഖിൽ വർധനവ് നൽകും, മിൻ ഇബാദിഹി, എൻ്റെ അടിമകളിൽ, വയഖ്ദിറു ലഹു, ചില ആളുകൾക്ക് അവരുടെ കണക്കനുസരിച്ച് നൽകും. എന്നിട്ടുള്ള പറയുന്നു, വമാ അൻഫഖതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങളിൽ ഒരാളും ഒന്നും ചെലവഴിക്കുന്നു. ആ പ്രയോഗം നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ വമാ അൻഫഖതും, നിങ്ങൾ ചെലവഴിക്കുന്നില്ല, മിൻ ഷൈഇൻ, ഒന്നും തന്നെ, ഫഹുവ യുഖ്ലിഫുഹു, അതിന് നിങ്ങൾക്ക് പകരം കിട്ടിയിട്ടല്ലാതെ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്തു ചെലവഴിച്ചാലും അതിന് പകരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. വഹുവ ഖൈറുർ റാസിഖീൻ, അവനാണ് ഏറ്റവും നന്നായി റിസ്ഖ് നൽകുന്നവൻ. അപ്പം നമുക്ക് സംശയം ഉണ്ടാവും, കൊടുത്താലൊക്കെ കിട്ടും, പരലോകത്തെ കാര്യമായിരിക്കും. ആ ആയത്തിൻ്റെ വിശദീകരണം നോക്കൂ നിങ്ങൾ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ വിശദീകരണം തന്നെ കാണാം, വമാ അൻഫഖതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. ഞാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ തന്നെ കോട്ട് ചെയ്യാൻ ഒരു കാരണം, കുറച്ച് ഈസിയാണ്, കുറച്ച് അറബി നമുക്ക് സംസാരിക്കാൻ കേൾക്കാൻ കുറച്ച് ലളിതമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ അമാനി മൗലവി റഹ്മത്തുള്ളാഹി നന്നായി അവലംബിച്ചിട്ടുള്ളൊരു ഗ്രന്ഥം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറാണ്. അതുകൊണ്ടാണ് ഇബ്നു കസീർ ആണ് കാര്യമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ എല്ലാ തഫ്സീറും ഒന്നിങ്ങനെ നോക്കിപ്പോകും. ഒരു 4-5 തഫ്സീറുകൾ ആയത്തുകളുടെ ഒക്കെ നോക്കിയിട്ടാണ് അൽഹംദുലില്ലാഹ് ക്ലാസ് എടുക്കുമ്പോൾ ചെയ്യാറുള്ളത്. അതിൽ പരമാവധി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിനെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വരുമ്പോൾ ഇതിന്ന് ഒരു കാര്യം കൂടി ഇടയിൽ പറയാട്ടോ, ഖുർആനിൻ്റെ ആയത്തുകൾക്ക് വിശദീകരണം കൊടുത്തത് ആരാ? അള്ളാഹുവാണ് ഖുർആനിൻ്റെ ആയത്തുകൾക്ക് സുമ്മ ഇന്ന അലൈന ബയാന. ആ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് കേട്ട സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, അത് താബികൾ കൈമാറുകയാണ്. ആ കൈമാറിയക്കാരൻ ക്രോഡീകരിച്ചതാണ് തഫ്സീറുകളിലുള്ളത്. അതുകൊണ്ട് ആയത്ത് പോയിട്ട് ഇങ്ങനെ അർത്ഥം പറയുന്നതിനപ്പുറത്ത് ഈ ആയത്തുകൾക്ക് എന്താണോ
പ്രവാചകൻ, സ്വഹാബത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആളുകൾ മനസ്സിലാക്കി. അതാണ് തഫ്സീർ. അതുകൊണ്ട് അത് ഏതോ ഒരാൾ പറഞ്ഞു എന്നുള്ള രൂപത്തിൽ ഒരിക്കലും വിചാരിക്കരുത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഈ ആയത്തിന്റെ വിശദീകരണമാണ് വമാ അൻഫഖതും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു ഐ മഹ്മാ അൻഫഖതും മിൻ ഷൈഇൻ ഫീമാ അമറക്കും ബിഹി വഅബാഅഹു ലക്കും. നിങ്ങൾ നോക്ക്, നിങ്ങളോട് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും എന്ത് കിട്ടും? അതിന് പകരം കിട്ടും. നമുക്ക് അനുവദിച്ച കാര്യമുണ്ടല്ലോ, ഭക്ഷണം കഴിക്കൽ. എന്താ? നമുക്ക് അനുവദിച്ചതാണ്, നമ്മളോട് കൽപ്പിച്ചതുണ്ട്. ഭാര്യയെ നോക്കൽ, മക്കളെ നോക്കൽ, മാതാപിതാക്കളെ നോക്കൽ, സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കൽ, ഇതൊക്കെ നമ്മോട് കൽപ്പിക്കപ്പെട്ടു. അതിനൊക്കെ പകരം നമുക്ക് കിട്ടും. എന്നിട്ടോ ഫഹുവ യുഖ്ലിഫുഹു അലൈക്കും ഫിദ്ദുനിയാ ബിൽ ബദൽ, പരലോകത്തല്ല. അതിന് നിങ്ങൾക്ക് ഒന്നും ഷെയ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചിട്ട് ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനെന്താക്കും? പകരം കിട്ടും. ഇത്രയും ഉറപ്പുള്ള വേറെ ഏതെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? അല്ലാഹു അക്ബർ എന്ന് അള്ളാഹിനെ കുറിച്ച് നമ്മൾ പറയുന്നു, വിശ്വസിക്കുന്നതൊക്കെ ഉണ്ട്. ഒരു റിയാൽ, ഒരു രൂപ അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിച്ചാൽ ഉറപ്പായും കിട്ടുമെന്ന വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ടില്ല? അള്ളാഹുവിൽ വിശ്വാസമായിട്ടില്ല. അതുകൊണ്ടൊരു ബേജാറും വേണ്ട. ഇനിയോ വഫിൽ ആഖിറതി ബിൽ ജസാഇ വസ്സബാബ്, പരലോകത്ത് പിന്നെന്ത് കിട്ടും? ജസാഉം സവാബും വേറെയും കിട്ടും. ദുനിയാവിൽ തന്നെ പകരം കിട്ടും. കമാ സബത ഫിൽ ഹദീസ് യഖൂലുല്ലാഹു തആല അൻഫിഖ് അലൈക, ഒരു ഹദീസ് എടുത്തു കൊടുക്കുക, നീ ചെലവഴിച്ചോ, നിനക്ക് വേണ്ടി നാം ചെലവഴിക്കും. ആരാ പറയുന്നത്? അല്ലാഹു പറയുന്നു. വഫിൽ ഹദീസ്, മറ്റൊരു ഹദീസിൽ കാണാം, അന്ന മലകൈനി യസിഹാനി കുല്ല യൗമിൻ, രാവിലെ 2 മലക്കുകൾ അവർ വിളിച്ചു പറയും. യഖൂലു അഹദുഹുമാ, ഒരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, വയഖൂലുൽ ആഖിറു അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. ഓരോ ദിവസവും 2 മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ്, അല്ലാഹുവേ, നിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർക്ക് നീ നൽകണേ, നിന്റെ വഴിയിൽ പിടിച്ചു വെക്കുന്നവർക്ക് നീയും പിടിച്ചു വെക്കണേ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പണം ചെലവഴിക്കുന്നിടത്ത് ഒരു പ്രയാസം തോന്നേണ്ടതില്ല. എന്നിട്ട് വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻഫിഖ് ബിലാൽ വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാല. ബിലാലേ, നീ ചെലവഴിച്ചോ, അർശിൻ്റെ ഉടമസ്ഥനിൽ ഒന്നും കുറവ് വരില്ല. അർശിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അർശിൻ്റെ ഉടമസ്ഥനാണ് അല്ലാഹു, അവനിൽ നിന്നൊന്നും കുറവ് വരില്ല. നീ ചെലവഴിച്ചത് ആരോടാ പറയണത്? ബിലാൽ ഇബ്നു റബാഹ്. ആരായിരുന്നു ബിലാൽ ഇബ്നു റബാഹ്? മദീനയിലൊരു മഹാ ധനികനല്ല, വലിയൊരു ധനികനല്ല. പിന്നാരാ? അന്നുണ്ടായിരുന്ന ദരിദ്രരിൽ ദരിദ്രനായിരുന്നു ബിലാൽ. ആ ബിലാൽ റളിയല്ലാഹുവിനോട് അല്ലാഹു പറയണം, ബിലാലെ നീ ചെലവഴിച്ചോ. അതുകൊണ്ട് പണമുള്ള ആളുകൾ വിചാരിക്കുക എന്താ വെച്ചാൽ ഇതെന്നും ഇന്ന തന്നെ അല്ലേ, എല്ലാത്തിനും ഇന്ന തന്നെ. ശൈത്താൻ അങ്ങനെ തോന്നി. പാവപ്പെട്ട് വിചാരിക്കുക അതൊക്കെ ഓരോ ജോലിയാണ്, നമ്മുടേതല്ല. യഥാർത്ഥത്തിൽ ഓരോരുത്തരും അവനവന് വേണ്ടിയാണ് ദുനിയാവിൻ്റെ കാര്യത്തിലും ആഖിറത്തിൻ്റെ കാര്യത്തിലും അവന് കിട്ടുമെന്ന ബോധത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കേണ്ടത്. അൻ മിസ്അബ് ബിൻ സഅദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫാഇക്കും. ഒന്നുകൂടി പറയാം, അതിൽ തന്നെ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലരെ സഹായിക്കുമ്പോഴാണ്. പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുള്ള മനസ്സുണ്ടോ, അള്ളാഹു നിങ്ങൾക്ക് റിസ്ക്, അതിൽ വിശാലത നൽകും. അവസാനത്തെ കാര്യം, 8ാമത്തെ കാര്യം, ദീനി വിജ്ഞാനം നേടുക എന്നുള്ളതാണ്. എന്താണ്? അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ഒരാൾ മനസ്സ് വെച്ച് അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുവെങ്കിൽ അവൻ്റെ റിസ്ക് അള്ളാഹു ഏറ്റതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലം قال كان اخوان على عهد النبي صلى الله عليه وسلم فكان احدهما ياتي النبي صلى الله عليه وسلم والاخر يختلف فشكى المختلف اخاه الى النبي صلى الله عليه وسلم فقال لعلك ترزق به. സംഭവം എന്താ അറിയോ? 2 ആളുകൾ, 2 സഹോദരങ്ങൾ. ഒരാൾ എന്നും പ്രവാചകന്റെ അരികിൽ വന്നിട്ട് ദീൻ പഠിക്കാൻ വരും. അപ്പോൾ 2ാമത്തെ ആള് ജോലി ചെയ്യാൻ പോകുന്ന ആളാണ്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ വന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഒരു ദിവസം പറഞ്ഞു, ഇവൻ എന്നും പഠിക്കണ പണിയാണ്, ഒരു ജോലിയും ചെയ്യുന്നില്ല, ഒരു പരാതി പറഞ്ഞു, ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞില്ല, അല്ലക തുർസഖു ബിഹി, അവൻ കാരണമാണ് നിനക്ക് കൂടെ റിസ്ക് കിട്ടുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കേണ്ട, ദീൻ പഠിക്കണം എന്നല്ല. ദീൻ പഠിക്കാൻ സമയം കണ്ടെത്തിയാൽ മറ്റു കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാവും റിസ്ക്കിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട്
പല കാരണങ്ങളും പറഞ്ഞ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അർത്ഥസഹിതം വായിക്കാത്ത മനുഷ്യരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാനിപ്പോൾ വായിച്ചിട്ടില്ലല്ലോ, ആരാപ്പോൾ ഫുള്ള് വായിച്ചവരുണ്ട്? കുറേ മനുഷ്യരുണ്ട് കേട്ടോ, കുറേ മനുഷ്യരുണ്ട് വായിച്ചത്. നിങ്ങൾ നോക്ക്, നമുക്കുള്ളൊരു മെസ്സേജ്, നമ്മളെ പ്രധാനപ്പെട്ട ഒരാൾ സ്കൂളിൽ നിന്ന് നമ്മുടെ കുട്ടിയുടെ ടീച്ചർ മെസ്സേജ് അയക്കുക, അത് ഇംഗ്ലീഷിലാണെന്ന് വിചാരിക്കുക. ഇംഗ്ലീഷ് അറിയാത്തൊരു രക്ഷിതാവാണെങ്കിൽ എന്തോ ഇമ്പോർട്ടൻ്റ് മെസ്സേജാണെന്ന് മനസ്സിലായി, ഇതെന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് മനസ്സിലായി. എന്താ ചെയ്യുക? എനിക്കൊന്നും അറിയില്ല, അവിടെ വെക്കുമോ? എന്താ ചെയ്യുക? അറിയണോട് ചോദിക്കുക എന്താണെന്നല്ലേ, അത് അറിയണം, അവൻ ആവശ്യമുണ്ട്. എന്നാൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ, നമ്മൾ ജീവിതം കൊണ്ട് നടക്കേണ്ട ഒരു മെസ്സേജാണ് ഖുർആൻ. ആ ഖുർആൻ പോലും പഠിക്കാൻ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഖുർആൻ ക്ലാസ് ഉണ്ട്, ഇതുപോലുള്ള ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ് കേട്ട് പോകുന്നതിനപ്പുറത്ത് ഇപ്പോൾ ഈ നോട്ട് സത്യത്തിൽ നല്ലൊരു സമയത്തിനുണ്ടാകണം. നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പേജുള്ളൂ അല്ലേ, എന്നാലും ഇങ്ങനെ ഒരു മണിക്കൂർ സംസാരിക്കാൻ നല്ലൊരു സമയമെടുക്കും. അത് വെറുതെ കുറേ ആളുകളുടെയാണ് ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. ഇത് കൊണ്ടുപോയി 1-2 പ്രാവശ്യം നോക്കി ഖുർആനൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ അതോടെ മനസ്സിലെന്നുണ്ടാവും. ഒരു ഫയലൊക്കെ വാങ്ങി സൂക്ഷിച്ചാൽ അതൊരു പഠിക്കലാണ്, അതിനൊക്കെ പുണ്യമുണ്ട്. ഇതൊരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ ദീൻ പഠിക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ട് റിസ്ക് ഒരിക്കലും നമ്മുടെ നഷ്ടപ്പെടില്ല. അവസാനത്തെ കാര്യം, ജീവിതത്തിൽ സലഫുകളുടെ മുൻഗാമികളുടെ മാർഗം തിരഞ്ഞെടുക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലവിസ്തഖാമു അലാ ത്വരീഖ ലഅസ്ഖൈനാഹും മാഅൻ അദഖാ. അവർ ആ ത്വരീഖത്തിൽ, അള്ളാഹു യഥാർത്ഥ ത്വരീഖത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, ആ ത്വരീഖത്ത് സ്വഹാബത്തിൻ്റെ താബികളുടെ മാർഗ്ഗമാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ആകാശത്ത് നിന്ന് അവർക്ക് രുചികരമായ പാനീയം നൽകും, എന്ന് പറഞ്ഞാൽ വെള്ളം നൽകും. അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, തഫ്സീറുകൾ കാണുന്നത്, വഅൻ ലവിസ്തഖാമു അല ത്വരീഖത്തി ഹാദാ മിൻ ഖൗലില്ലാഹി തആല ഐ ലൗ ആമന ഹഉലാഇൽ കുഫാർ ലവസ്സഅനാ അലൈഹിം ഫിദ്ദുനിയാ വബസത്നാ ലഹും ഫിർ റിസ്ഖ്. കുഫാറുകൾ അവർ വിശ്വാസികളുടെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, മറ്റു ചില കാര്യങ്ങളിലുള്ളത് അവർ തൗഹീദ് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, സ്വഹാബത്തിൻ്റെ വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഇതൊക്കെ അതിനർത്ഥം, അതിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നാം ദുനിയാവിനെ വിശാലമാക്കി കൊടുക്കുമായിരുന്നു, അവർക്ക് അവരുടെ റിസ്ഖിൽ വിശാലത നൽകുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.